ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് പ്രഷർ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഇതിലേക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവാള കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ സവാളയും കാഷ്യൂം റൈസിൻസും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സവാള ഒത്തിരി ബ്രൗൺ നിറാവണ വരെ ഫ്രൈ ചെയ്തെടുക്കരുത്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2 പീസ് പട്ട, 4 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്പൈസസ് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അരിയുടെ ഇരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലൊരു വൈറ്റ് കളർ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ഫുള്ള് പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഇത് ഒരു വിസിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ ഫുള്ള് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ റൈസിലെ വെള്ളമൊക്കെ നല്ല പോലെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫോർക്ക് കൊണ്ടൊന്ന് പയ്യെ ഇളക്കി നോക്കാം. ഇപ്പോൾ റൈസൊക്കെ കുഴഞ്ഞു പോകാതെ തന്നെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ റൈസ് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഈ റൈസുകൾ തമ്മിൽ ഒട്ടും തന്നെ ഒട്ടാതെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് പാകത്തിന് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.